നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ടിപ്പു സുൽത്താൻ പാലസ്, ബാംഗ്ലൂരിലുള്ള ടിപ്പു സുൽത്താൻ പാലസിലേക്കാണ്. ഞാൻ കൂടുതലും അങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ പോകുന്നത് അങ്ങനെ എടുത്തിട്ടില്ല. എനിക്കിങ്ങനെ ട്രാവൽ സിക്നസ് ഉള്ള കാരണം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് പോകുന്ന വഴി. ഇത് ബാംഗ്ലൂർ ഫോർട്ട് അല്ല, ടിപ്പു സുൽത്താൻ പാലസ് എന്നാണ് പേര്. ഞാൻ ആദ്യം അതാണ് സെയിം ആണെന്ന് വിചാരിച്ചു, പക്ഷെ അതല്ല, രണ്ടും വ്യത്യാസമുണ്ട്. 4 മിനിറ്റ് കൂടെ ഉള്ളൂ. ട്രാഫിക്കൊക്കെ നല്ലപോലെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു സൺഡേ ആണ് പോയത്. ഇത് മുന്നേ എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണേന്ന് മാത്രം. അപ്പോൾ കുറേ ഫോറിനേഴ്സൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ അപ്പുറത്തുള്ള ഒരു ഇതിലാണ് കാർ പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടിക്കറ്റിന് 20 രൂപയാണ്. അതുപോലെ ഏതെങ്കിലും നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ലൈസൻസോ ആധാറോ അങ്ങനെ എന്തെങ്കിലും വേണം ഇവിടെ കയറണമെങ്കിൽ. അത് നമ്മളതിൽ അപ്ലോഡ് ചെയ്യുക. 20 രൂപയാണ് ടിക്കറ്റിന്. ഫോറിനേഴ്സിന് 200 രൂപയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എൻട്രി ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കയറിയിട്ട് അതിൻ്റെ ചുറ്റിലും നല്ല അടിപൊളിയായിട്ടുള്ള ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ അഗ്രികൾച്ചർ ഭാഗം ഏറ്റെടുത്തിട്ടുണ്ട് തോന്നുന്നു, ഇതിൻ്റെ മുറ്റമൊക്കെ. അപ്പോൾ ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്തുള്ളതാണ്, ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയതാണ് ഇത് നമ്മുടെ ഈ ടിപ്പു സുൽത്താൻ പാലസ്. അതതിന് ശേഷം സെക്രട്ടേറിയറ്റൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ ഇത് ആർക്കിയോളജിയിലാണ്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അത്ര അങ്ങോട്ട് തള്ളിച്ചൊന്നുമില്ല. സാധാ ഒരു പാലസ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പില്ലേഴ്സാണ് നല്ല അടിപൊളി, എന്താ പറയുക, തേക്കൊക്കെയാണെന്നാണ് പറയണത്. അങ്ങനെ തേക്കിൻ്റെ ഒരു ഇതാണ്. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇതിന് മുകളിൽ തൊടരുത് എന്നൊക്കെ. അപ്പം അത്രയും കാലപ്പഴക്കമുള്ളൊരു പാലസാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പില്ലേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ മുകളിലേക്ക് താഴെ കുറേ റൂമുകളുണ്ട്, അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ താഴെ 2-3 റൂമുകളുണ്ട് എല്ലാത്തേക്കും. അതായത് മെയിൻ എൻട്രൻസിൽ നിന്ന് തന്നെയാണ് എല്ലാത്തേക്കും, പക്ഷെ എല്ലാം കണക്ഷനും ഉണ്ട് അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആർച്ചും പില്ലേഴ്സൊക്കെ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെയാണ് കയറുക. 2 സൈഡ് കൂടെ ഇവിടെ കോണിയുണ്ട് കേട്ടോ, അവിടെയും കോണിയുണ്ട്. അങ്ങനെ 2 സൈഡിൽ കൂടെ നമുക്ക് കയറാൻ പറ്റും. ഇതൊക്കെയാണ് അതിൻ്റെ ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മുടെ അവിടുത്തെ കൊട്ടാരങ്ങളുടെയൊക്കെ ഒരു ചായ ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഇത് കയറുന്ന ഭാഗം ഇവിടെ കണ്ടോ, ഡു നോട്ട് ടച്ച് ഡാമേജ് വോൾസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടത്തെയൊക്കെ പെയിൻറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. റിനോവേഷനൊന്നും അങ്ങനെ നടന്നിട്ടില്ല എന്ന് തോന്നുന്നു. കണ്ടോ, ഇതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ അങ്ങനെ പറഞ്ഞുതരാൻ മാത്രം ഇൻസ്ട്രക്ഷൻ തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ നടുക്ക് കൂടെ ഒരു പാത പോലെ 2 സൈഡിലും പില്ലേഴ്സ്, മുകളിൽ അപ്പുറത്തേക്കും നമുക്ക് കാണാം താഴോട്ട്, ഇപ്പുറത്തേക്കും കാണാം താഴോട്ട്. അങ്ങനെ ഒരു സെറ്റപ്പാണ്. 2 സൈഡിലേക്കും കാണാം നമുക്ക്. കണ്ടോ, ഒരു സൈഡിൽ റോഡിൻ്റെ സൈഡ്, ഒരു സൈഡ് അതിൻ്റെ ബാക്ക്, ഒരു സൈഡിൽ 3 സൈഡിൽ കാണാൻ പറ്റും, ഒരു സൈഡിൽ മാത്രം കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് അവിടെ ഒരു സ്റ്റേജ് പോലെയൊക്കെ കുറച്ചിങ്ങോട്ട് കയറിയിട്ടൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിവിടെ കാണാനുള്ളത്. പിന്നെ ഇവിടുത്തെ മരങ്ങളാണ്, പില്ലേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള മരങ്ങളാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ചില സൈഡുകളൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ പോലെ നമുക്ക് തോന്നും. പൊളിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ, ഇങ്ങനെ വിള്ളൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, വിള്ളൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും അതുകൊണ്ടാണ് അവരവിടെ ടച്ച് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് പനി വരുന്ന പോലെ തോന്നുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നാലും കാണാൻ വേണ്ടി വന്നതല്ലേ, കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഇത്ര നേരം നമുക്ക് വോളിലൊന്നും ചിത്രങ്ങളൊന്നും കണ്ടിരുന്നില്ല. ഇത് കണ്ടോ, ഇപ്പം ചിത്രങ്ങളൊക്കെ റിനോവേറ്റ് ചെയ്ത ഭാഗമാണ് കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാനായിട്ട്. ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇങ്ങനെ ചിത്രങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് ശരിക്കുള്ള ചുമര്. മറ്റു സൈഡത്തേക്ക് ചിലപ്പോൾ പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ കുറച്ചും കൂടി ഭംഗിയിലാക്കിയതായിരിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതാണ് കണ്ടോ, ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോ, ഫുൾ പില്ലേഴ്സാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത.
ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇതൊരു കൊത്തുപണിയൊന്നും അല്ല കേട്ടോ, ഒരു പെയിൻറ്റിങ് ആണ് ഇതിൽ ഗോൾഡ് ഷെയ്ഡിൽ കാണുന്നത് കേട്ടോ. പിന്നെ ആർച്ച് കാര്യങ്ങളൊക്കെ കൊത്തിയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ആ സൈഡിൽ കൂടെയാണ് കയറിയത്, ഈ സൈഡിൽ കൂടെ ഇറങ്ങുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം, നന്നായിട്ട് ആടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്ര എക്സ്പെക്റ്റ് ചെയ്തിട്ടൊന്നും നിങ്ങൾ പോവണ്ട, പക്ഷേ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ടിപ്പു സുൽത്താൻ പാലസ്. കാണാൻ നല്ല ലുക്കുണ്ട്, നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല നൈസായിരിക്കും. അപ്പോൾ ഞാൻ അഭിപ്രായം ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്, അപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകണ്ട, നമുക്ക് കുറച്ച് നേരം ഒരു ഫ്രീ ടൈമൊക്കെ കിട്ടുകയാണെങ്കിൽ പോയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷെ നല്ല വെയിലാണ് പുറത്തൊക്കെ, വൈകുന്നേരമൊക്കെ പോവുകയാണ് നല്ല സുഖമായിരിക്കും തോന്നുന്നു. പിന്നെ പുറത്തൊക്കെ ഇങ്ങനെ ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പുറത്തുനിന്നുള്ള സൈഡ് വ്യൂ ടിപ്പു സുൽത്താൻ പാലസിൻ്റെ. ഫ്രണ്ട് വ്യൂ നമ്മൾ ആദ്യം കാണിച്ച ഭാഗമായിരുന്നു, ഇതാണ് സൈഡ് വ്യൂ. ചുറ്റിലും കുറച്ച് പച്ചപ്പും ഹരിതാപം അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഞാൻ മഞ്ഞ പൂവിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അതിന് നടുക്കായിട്ട് നമ്മുടെ ഇന്ത്യ ഫ്ലാഗ് കണ്ടു. ഇന്ത്യ ഫ്ലാഗ് നന്നായിട്ട് പറക്കുന്നുണ്ടായിരുന്നു, കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.